ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ പിതാവ് ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ഒരാത്മീക ഗ്രഹത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ മരണത്തിനേൽപ്പിച്ച് തൻ്റെ പുത്രൻ്റെ ക്രൂശമരണത്തിലൂടെ പാപത്തെയും മരണത്തെയും ജയിച്ച് പുത്രൻ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിലൂടെ ദൈവം തൻ്റെ ആത്മീക ഗ്രഹത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. യേശുവിനെ മൂലക്കല്ലായി സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പണി ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. ദൈവരാജ്യം ആത്മീകമാണ്. അതിനെ ആത്മീക ഗ്രഹമെന്നാണ് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ മൂലക്കല്ലാക്കി വെച്ചുകൊണ്ട് പിതാവ് ആരംഭിച്ച പണി. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഈ ഭൂമിയിലെ പണികൾ നാം ശ്രദ്ധിച്ചാൽ, ഒരു വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ മൂലക്കല്ലിനോട് മറ്റു കല്ലുകൾ ചേർന്ന് വരുമ്പോഴാണ് അതൊരു ഭവനമായി രൂപപ്പെട്ടു വരുന്നത്. ദൈവം സ്ഥാപിച്ച രാജ്യവും ഇതുപോലെയാണ്. ദൈവത്തിൻ്റെ ആത്മീയ ഗ്രഹവും ഇതുപോലെയാണ്. മൂലക്കല്ലായ ക്രിസ്തുവിനോട് നാം ഓരോരുത്തരും ചേരുന്നത്, ഒരു കല്ലുകൾ എന്നതുപോലെ ചേരുന്നത് വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും യേശുവിനോട് ചേരുകയാണ്. അതിനൊരു ആത്മീക ഗ്രഹം എന്നതുപോലെയാണ് ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവനുള്ള കല്ലായ യേശുവിനോട് ചേർന്നിരിക്കുകയാണ്. ജീവനുള്ള കല്ലായ യേശുവിനോട് ചേർന്ന നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ പണിയപ്പെടാൻ പോവുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട്. പ്രിയപ്പെട്ടവർ, യേശു ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ലാണെങ്കിൽ ആ കല്ലിനോട് ചേർന്നിരിക്കുന്ന നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാന്യത വെളിപ്പെടാൻ പോവുകയാണ്. യേശുക്രിസ്തു ജീവൻ്റെ ഉറവിടമായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന നിങ്ങളിലേക്കും ജീവൻ വ്യാപരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, യേശുവിൽ ജീവൻ വ്യാപരിച്ചു. അത് കല്ലറയിലാണ് വ്യാപരിച്ചത്. അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായിട്ടാണ് വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വ്യാപരിക്കുന്ന ജീവൻ പുനരുത്ഥാനത്തിൻ്റെ ജീവനാണ്. അത് മരിച്ചവരെ ഉയർപ്പിച്ച ദൈവശക്തിയാണ്. അതാണ് ഇന്ന് പകൽ നിങ്ങളിലും വ്യാപരിക്കുന്നത്. പാപത്തിൻ്റെ ശക്തികൾക്ക്, മരണത്തിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ അകത്ത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഇന്ന് പകൽ വ്യാപരിക്കുന്നത്. വിശ്വസിക്ക്, ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. നിങ്ങളുടെ മേലുള്ള രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ അവനോട് ചേർന്നിരിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഈ പണിയെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇനി നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ഇരുളിൻ്റെ ശക്തിക്ക് കഴിയുകയില്ല. ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ദൈവം നിങ്ങളെ മക്കളെന്ന പദവിയിലേക്ക് ദത്തെടുത്തിരിക്കുകയാണ്. വിശ്വാസത്തോടെ
വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.